ഓം ശാന്തി. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ രണ്ട് യുവാക്കൾ ഉണ്ടായിരുന്നു. ഒരാളുടെ പേര് അർജുൻ, മറ്റേയാൾ സമീർ. രണ്ടുപേരും വളരെ പ്രഭാവശാലികളായിരുന്നു, നല്ല കഴിവുള്ളവരായിരുന്നു. എന്നാൽ രണ്ടുപേരുടെയും ചിന്താഗതികൾ, മനോഭാവങ്ങൾ വ്യത്യസ്തമായി. അതായത് രണ്ടുപേരും ചിന്തിക്കുന്ന രണ്ട് വ്യത്യസ്ത രീതികളിലാണ്. അർജുനൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും: എനിക്കെപ്പോഴും മുമ്പിൽ വരണം, എൻ്റെ ഒരു ദിവസം വരും, എൻ്റെ പേര് പ്രശസ്തമാകണം, എനിക്ക് വലിയ ആളാകണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. എന്നാൽ സമീർ ആകട്ടെ, അവൻ ചിന്തിച്ച് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ജ്ഞാനം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കും, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് പേരോ പ്രസിദ്ധിയോ ഒന്നും വേണ്ട. എൻ്റെ കടമയായിട്ട് ഞാനത് ചെയ്യും, അത്രമാത്രം. ഒരു ദിവസം ആ ഗ്രാമത്തിൽ ഇരുൾ നിറഞ്ഞിരുന്ന സമയത്ത് അവിടെ ഒരു ദുരന്തമുണ്ടായി. കൂരാക്കൂരിട്ടാണ്. അപ്പൊ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു, ഇനി ആ വഴിയിൽ അങ്ങനെ ദുരന്തം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആ വഴി ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ആ വഴിയിലൂടെ വരുന്ന യാത്രക്കാർ പലപ്പോഴും കുഴിയിൽ വീഴുന്നു, അപകടത്തിൽപ്പെടുന്നു. ഒരു വഴിവിളക്കുണ്ടെങ്കിൽ അവിടെ കൂടെയുള്ള യാത്ര സുഗമമാകുമെന്ന് കരുതി ഗ്രാമീണർ അങ്ങനെ ഒരു ആലോചനയിലെത്തി. ഇത് പറഞ്ഞപ്പോൾ അർജുനൻ ചിന്തിച്ചു, ഓ എന്തിന്, എനിക്കെന്ത് കിട്ടാനാ? റോഡിൽ കൊണ്ടുപോയി വിളക്കത്ത് വെച്ചാൽ എനിക്കെന്ത് നേട്ടം? വഴിപോക്കർക്ക് വെളിച്ചം കിട്ടി എനിക്കെന്ത് നേരം? എനിക്കത് പറ്റില്ല എന്ന് വിചാരിച്ചു. എന്നാൽ സമീർ നിശബ്ദനായിരുന്നു കൊണ്ട് മനസ്സുകൊണ്ടത് മനസ്സിലാക്കി എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോൾ അവൻ ദീപം തെളിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും മുടങ്ങാതെ കൃത്യസമയത്ത്, ഇരുൾ വ്യാപിക്കുന്ന സമയത്ത് അവൻ ദീപം കത്തിച്ചു വയ്ക്കും. കുറച്ച് ദിവസത്തിന് ശേഷം വളരെ പ്രായമുള്ള ഒരാൾ കണ്ടു. അദ്ദേഹം മനസ്സിലാക്കി, ആ വിളക്ക് അവിടെ സ്ഥാപിച്ചപ്പോൾ മുതൽ ഇപ്പോൾ അവിടെ പഴയതുപോലെ അപകടങ്ങൾ നടക്കുന്നില്ല, എല്ലാവർക്കും ഒരു സുരക്ഷയായി. ഉടൻ തന്നെ അദ്ദേഹം സമീറിനെ വിളിച്ചിട്ട് അവനെ നന്നായി അഭിനന്ദിച്ചു, പാരിതോഷികങ്ങളെല്ലാം കൊടുത്തു. ഈ ഒരു സംഭവത്തിൽ നിന്നും അർജുനൻ മനസ്സിലാക്കിയത് എന്താണ്? എപ്പോഴാണോ നമ്മൾ ശുഭമായ കാര്യം ആത്മചിന്തനത്തോടുകൂടി സേവാ മനോഭാവത്തിൽ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ സ്വയം അവരുടെ മുമ്പിൽ പ്രസിദ്ധനാണ്. ഇതാണ് യഥാർത്ഥ പ്രത്യക്ഷത. അല്ലാതെ എനിക്ക് വലിയ ആളാകണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ആരും പ്രസിദ്ധനാകാനും പോകുന്നില്ല, പ്രത്യക്ഷപ്പെടാനും പോകുന്നില്ല. അതിനായി സ്വയം ഭഗവാൻ നമുക്ക് നൽകുന്നൊരു വരദാനമാണ് പ്രത്യക്ഷതയുടെ സമയത്ത്, അല്ലെങ്കിൽ ആ പ്രത്യക്ഷതയുടെ സമയത്തെ സമീപത്തിൽ കൊണ്ടുവരുന്ന ശുഭചിന്തകനും സ്വചിന്തകനുമായി ഭവിക്കും. ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ്? എപ്പോഴും നമ്മൾ സർവരെ പ്രതിയും ഒന്ന്, ബി എ വെൽ വിഷർ ഫോർ ഓൾ. എല്ലാവരെ പ്രതിയും എപ്പോഴും ശുഭചിന്തകനായിരിക്കണം. രണ്ടാമത്തേതായി, പ്രാക്ടീസ് സെൽഫ് റിഫ്ലക്ഷൻ, സ്വചിന്തനം ചെയ്യുക. നിരന്തരം നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ചു കൊണ്ടിരിക്കുക. മൂന്നാമതായി, ശുഭവൃത്തി. നമ്മൾ എന്ത് സേവനം ചെയ്താലും ആ സേവനത്തിൽ യഥാർത്ഥമായ ഫലമുണ്ടാകണമെങ്കിൽ നമ്മുടെ വൃത്തി ശുഭമായിരിക്കണം, നമ്മുടെ സങ്കല്പം ശ്രേഷ്ഠമായിരിക്കണം. പിന്നെ അടുത്തത് എന്താണ്? നമുക്ക് അറിയാനുള്ള അഭിവാഞ്ച, ആഗ്രഹവും ഗ്രഹണശക്തിയും വർദ്ധിപ്പിക്കുക. മറ്റൊരു കാര്യം, സ്വചിന്തക ആത്മാവായിരുന്നു കൊണ്ട് മായാപ്രൂഫ് ആകണം. അതോടൊപ്പം രണ്ട് വരദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. ഞാൻ എപ്പോഴും ശുഭചിന്തനം ചെയ്യും, സ്വചിന്തനം ചെയ്യും. അപ്പൊ സ്വചിന്തകനായിരുന്നു കൊണ്ട് ശുഭചിന്തനം ചെയ്യുമെന്നുള്ള ആ ഒരു വ്രതം നമ്മൾ എടുക്കും. ഇതിലൂടെ നമുക്ക് സമയത്തെ സമീപത്തിലേക്ക് കൊണ്ടുവരുവാനും അതിലൂടെ നമുക്ക് നമ്മുടെ പ്രത്യക്ഷത നേടിയെടുക്കുവാനും സാധിക്കും. ഓം ശാന്തി.